ഇതിനകം താലത്തിൽ കുമിഞ്ഞുകൂടിയ സ്വർണ്ണ നാണയങ്ങളുമായി രാജസേവകർ സിംഹാസനത്തിനടുത്തെത്തി. രാജപ്രഖ്യാപന പ്രകാരമുള്ള പാരിതോഷികത്തിന് അങ്ങ് അർഹനാണ്. എങ്കിലും എല്ലാവരുടെയും അറിവിലേക്കായി ഇതുകൂടി പറയൂ. അങ്ങയ്ക്ക് ഈ ശ്ലോകത്തിൻ്റെ അവസാന പാദം എങ്ങനെ മനസ്സിലായി? വിക്രമാദിത്യൻ ചോദിച്ചു. മഹാരാജൻ, പ്രകൃതിയിലെ ഓരോ ശബ്ദത്തിനും അർത്ഥമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ താളമുണ്ട്. അത് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു എന്നേയുള്ളൂ. വിളംബരം കേട്ടപ്പോൾ അവസാന പാദം വ്യക്തമാകാത്തതെന്ത് എന്നു ചിന്തിച്ചു. അങ്ങനെയൊരു വിളംബരത്തിന് അവസാന പാദം വ്യക്തമാക്കാതിരിക്കാനാവില്ല എന്നും തോന്നി. പെരുമ്പറയുടെ ശബ്ദത്തിന് സാധാരണ ഉദ്ഘോഷണങ്ങളുടെ താളമല്ല ഉള്ളതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്നാൽ വിളംബരത്തിലെ പൂർണ്ണത പെരുമ്പറയുടെ ശബ്ദവും താളവും പൂർണ്ണമാക്കുന്നു എന്നു ശ്രദ്ധിച്ചു. വിക്രമാദിത്യൻ വീണ്ടും വീണ്ടും കാളിദാസനെ അഭിനന്ദിച്ചു. തീർച്ചയായും അങ്ങയുടെ നിരീക്ഷണ പാടവം മികച്ചതാണ്, വിക്രമാദിത്യൻ പറഞ്ഞു. രാജസദസ്സിലെ പലരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കാളിദാസന്റെ കഴിവിനെ പുകഴ്ത്തി. കാളിദാസന് താമസിക്കാൻ രാജകീയ സൗകര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. മാളവത്തിന് അങ്ങയിൽ വളരെ പ്രതീക്ഷയുണ്ട്, വിക്രമാദിത്യൻ തുടർന്നു പറഞ്ഞു. സഭ പിരിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കവേ ഒരാൾ വന്ന് കാളിദാസന്റെ മുന്നിൽ നിന്നു. കാളിദാസന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മുഖത്തേക്ക് കൈ ചൂണ്ടി കാളിദാസനും മുന്നിൽ നിന്നയാളിൻ്റെ മുഖം ശ്രദ്ധിച്ചു. തനിക്ക് കണ്ടു പരിചയമുള്ള മുഖം. ആര്? അതെ, നിചുലൻ തന്നെ. തൻ്റെ വീട്ടിൽ നിന്നും കുറച്ചകലെ മറ്റൊരു ഗ്രാമത്തിൽ നിന്നും വന്ന് ഗുരു ദേവാശ്രയൻ്റെ ആശ്രമത്തിൽ വിദ്യ അഭ്യസിച്ചിരുന്ന തൻ്റെ സുഹൃത്ത്. കാളിദാസന് സന്തോഷം അടക്കാനായില്ല. നിചുല, നീയോ? കാളിദാസൻ ചോദിച്ചു. ശംഭു എന്ന് വിളിച്ച് നിചുലൻ കാളിദാസനെ കെട്ടിപ്പിടിച്ചു. കാളിദാസൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ തിരതള്ളൽ അനുഭവപ്പെട്ടു. തനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വനത്തിൽ അഗ്നി പടരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കൂട്ടത്തിൽ നിചുലനുമുണ്ടായിരുന്നു, തൻ്റെ പ്രിയപ്പെട്ട മിത്രം. ഗുരുകുലത്തിൽ ഗുരുവിന് തങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ കാര്യമായിരുന്നു. തങ്ങൾ തമ്മിലും വിശേഷാൽ ആത്മബന്ധമാണുണ്ടായിരുന്നത്. ശംഭു, നീ? നിചുലൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതേ നിചുല, അന്ന് കാട്ടുതീയിൽ കൂടി ഓടി വിധിവശാൽ രക്ഷപ്പെടാനായി ചമ്പയിലെ കാളിയുടെ ദാസനായി വിദ്യ തേടി കൈലാസ ശൃംഗം ദർശിച്ചു. കുമാരീദേവിയുടെ പാതാരവിന്ദങ്ങളിൽ വണങ്ങി. പിന്നീട് നാടും നഗരങ്ങളും കണ്ട് ഇവിടെ ഉജ്ജയിനിയിൽ എത്തിച്ചേർന്നു. ആരെയെങ്കിലും കണ്ടെത്താനാകുമെന്ന ആശയോടെ മാളവത്തിലെല്ലാം അന്വേഷണം നടത്തി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് അവസാനം ഇവിടെ എത്തിയപ്പോൾ നിന്നെയെങ്കിലും കണ്ടെത്താനായി. മറ്റാരെങ്കിലും? കാളിദാസൻ ആശയോടെ നിചുലൻ്റെ മുഖത്തേക്ക് നോക്കി. ഗുരു ദേവാശ്രയൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഞാനും എത്രയോ നാളുകൾ കഴിഞ്ഞാണ് അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്. അദ്ദേഹം അന്ന് ഉജ്ജയിനിയിലേക്ക് പോന്നിരുന്നു. അതുകൊണ്ടാണ് അഗ്നിബാധയിൽ നിന്നും രക്ഷപ്പെട്ടത്, നിചുലൻ പറഞ്ഞു. നീ എങ്ങനെ രക്ഷപ്പെട്ടു? എനിക്ക് ഓടി ആശ്രമത്തിലെത്താനായി. പക്ഷേ അപ്പോഴേക്കും അഗ്നി അവിടെയെല്ലാം ആളിപ്പടർന്നിരുന്നു. ഞാൻ പൊയ്കയിലെ ജലത്തിൽ ചാടി. ശ്വാസോച്ഛ്വാസത്തിനായി നാസിക മാത്രം ജലത്തിനു മുകളിൽ പിടിച്ച് ചിലപ്പോഴൊക്കെ ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടിയെങ്കിലും രക്ഷപ്പെടാൻ കഴിഞ്ഞു. അഗ്നിയുടെ താണ്ഡവം മുഴുവൻ അഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടെന്ന പോലെ ഞാൻ കണ്ടു. നിചുലൻ പെട്ടെന്ന് നിശബ്ദത പാലിച്ചു. നിചുലൻ്റെ കണ്ണുകൾ നിറയുന്നത് കാളിദാസൻ മനസ്സിലാക്കി. ആശ്രമം കത്തിയെരിയുന്ന ദൃശ്യം നിചുലൻ കണ്ടു കാണും. അടുത്ത് തന്നെ തൻ്റെ വീടും കത്തിയെരിഞ്ഞത് കാണാതിരുന്നിട്ടുണ്ടാവില്ല. നിചുലൻ കൂടുതൽ പറയാതെ നിശബ്ദത പാലിക്കുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിധി നേരിട്ട് കണ്ടതുകൊണ്ടാകണം. കാളിദാസൻ നിചുലനെ നിർബന്ധിച്ചു. പറയൂ നിചുല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തു സംഭവിച്ചു? ഇല്ല ശംഭു, അവർ രക്ഷപ്പെട്ടുവോ എന്നെനിക്കറിയില്ല. വീട് കത്തിയെരിഞ്ഞമരുന്നത് ഞാൻ കണ്ടു. അവർ വീട്ടിലുണ്ടായിരുന്നോ അതോ ഓടി രക്ഷപ്പെട്ടിരുന്നോ എന്നെനിക്കറിയില്ല, നിചുലൻ വിശദീകരിച്ചു. കാളിദാസന്റെ മനസ്സിൽ ആഗ്രഹത്തിൻ്റെ ഒരു ചെറുകണം അവശേഷിച്ചു. ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. എവിടെ വെച്ചെങ്കിലും എന്നെങ്കിലും കണ്ടെത്താനായേക്കും. വരൂ, നിചുലൻ കാളിദാസനെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഉജ്ജയിനിയുടെ രാജസഭയിൽ പ്രമുഖരായ പലരും ഉണ്ടായിരുന്നു. കാളിദാസൻ പലരെയും പരിചയപ്പെട്ടു.
ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും വിശേഷാൽ കഴിവുള്ളവരും കേൾവി കേട്ട കാവ്യരചനകൾ നിർവഹിച്ചവരും കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രാവീണരായവരും രാജനീതിയുടെ പാഠങ്ങൾ വിക്രമാദിത്യന് ഉപദേശിച്ചു കൊടുക്കുന്നവരും ഒക്കെ സഭയിലുണ്ടായിരുന്നു. കാളിദാസൻ ഇവരെയെല്ലാം അടുത്ത് പരിചയപ്പെടാനും എല്ലാവരിൽ നിന്നും കൂടുതൽ അറിവ് നേടാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അധികം വൈകാതെ അവരിൽ പലരും കൂപമണ്ഡൂകങ്ങൾ മാത്രമാണെന്ന് കാളിദാസന് മനസ്സിലായി. അന്ന് ആദ്യ ദിനത്തിൽ സഭയിൽ കണ്ടത് പലരുടെയും യഥാർത്ഥ മുഖമായിരുന്നില്ല. നിചുലൻ കാളിദാസനെ ഉജ്ജയിനിയിൽ കൊണ്ടു നടന്ന് കാണിച്ചു. പല സ്ഥലങ്ങളും കാളിദാസൻ കണ്ടിരുന്നുവെങ്കിലും അവയുടെ വിശേഷതകൾ വിശദീകരിക്കാൻ ഒരാൾ കൂടെയുള്ളത് നന്നായി എന്ന് തോന്നി. താമസിക്കുവാൻ യുക്തമായ സ്ഥലം തിരഞ്ഞെടുക്കുവാൻ സഹായിച്ചു. ക്ഷിപ്ര നദിയുടെ തീരത്ത് ആശ്രമതുല്യമായ ഒരു സങ്കേതം ലഭിക്കുവാനാണ് കാളിദാസൻ ആഗ്രഹിച്ചത്. അതനുസരിച്ച് രാജകൽപ്പന സമ്പാദിക്കുകയും ചെയ്തു. ശാന്തസുന്ദരമായ സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു നൽകപ്പെട്ടു. രാജസഭയിലെ അംഗമായിരുന്നതുകൊണ്ട് കീഴ്വഴക്കമനുസരിച്ച് രാജകീയ ഗുരുകുലത്തിൽ കാളിദാസനെ ഗുരുവായി നിയമിച്ചു. അന്നൊരിക്കൽ രാജസഭ പിരിഞ്ഞ ശേഷം രാജകൊട്ടാരത്തിലെ ഉദ്യാനത്തിലൂടെ നടക്കവേ പുഷ്പങ്ങൾ പറിച്ച് കൂടയിലാക്കി എതിരെ വന്ന മഹാറാണി കടന്നു പോയപ്പോൾ കാളിദാസന് അതൊരു പരിചയമുള്ള മുഖമാണോ എന്ന് സംശയം തോന്നി. ഒരു നിമിഷം തിരിഞ്ഞു നിൽക്കാതിരിക്കാനായില്ല. മഹാറാണിയും തിരിഞ്ഞു നിന്നു. തന്നെ പരിചയമുണ്ടെന്നാണോ ഇതിൻ്റെ അർത്ഥം? അതോ സമസ്യാപൂരണം നടത്തിയ കവിയെന്ന നിലയിലുള്ള സാധാരണമായ ആകാംക്ഷ മാത്രമോ? രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കണമെന്ന് തോന്നിയില്ല. പക്ഷേ അർത്ഥഗർഭമായ മൗനത്തിന് ഇടം കൊടുത്തുകൊണ്ട് ഇരുവരും തിരിഞ്ഞു നടന്നു. കാളിദാസൻ്റെ മനസ്സ് പരതി. താൻ അടുത്ത കാലത്താണ് ഉജ്ജയിനിയിൽ എത്തിയത്. അതുകൊണ്ട് ഇവിടെ കണ്ട ഓർമ്മയില്ല. മറ്റേതെങ്കിലും സ്ഥലത്ത് എത്രയോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിരിക്കുമോ? വീട്ടിലെത്തുവോളം ചിന്തിച്ചുകൊണ്ടിരുന്നു. എവിടെയോ കണ്ടിട്ടുള്ള മുഖം. ഏതു കൊട്ടാരത്തിലാകും കണ്ടത്? ഈ നീണ്ട യാത്രക്കിടയിൽ വളരെയേറെ മുഖങ്ങൾ കണ്ടു. പല കൊട്ടാരങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഈ മുഖം കണ്ടതെവിടെയാണ്? മനസ്സ് പിറകോട്ടു പോയി. പെട്ടെന്ന് കാശി രാജകൊട്ടാരം ഓർമ്മ വന്നു. തന്നെ ആ കൊട്ടാരത്തിലെ ഗൂഢാലോചനക്കാർ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതായിരുന്നു. അതെ, മഹാരാജാവ് വിക്രമാദിത്യൻ്റെ പട്ടമഹിഷി ആ വിദ്യോത്തമ തന്നെയാണ്. വിദ്യോത്തമ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതായിരുന്നു. ജ്ഞാനിയായ ഭർത്താവിനെ ലഭിക്കാൻ ശ്രമിച്ച ആ കുമാരിക്ക് യോഗ്യനായ വരനെ തന്നെ നേടാൻ കഴിഞ്ഞു. അന്ന് വിഡ്ഢിയായി അഭിനയിച്ചതു കൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാനായത്. പക്ഷേ രാജസദസ്സിൽ താൻ തൻ്റെ കഥ പറയുകയുണ്ടായി. തിരസ്കരണിക്കപ്പുറമിരുന്ന് അതെല്ലാം കേട്ടുകാണണം. അല്ലെങ്കിൽ മഹാരാജാവിൽ നിന്നും വിവരമറിഞ്ഞു കാണും. തന്നെ മനസ്സിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടൊരിക്കൽ മുഖത്തോട് മുഖം കണ്ടുമുട്ടിയപ്പോൾ വിദ്യോത്തമ നിന്നു. കാളിദാസനെ തറപ്പിച്ചു നോക്കി. കാളിദാസൻ ഒരു നിമിഷം സംശയിച്ചു. തന്നെ തിരിച്ചറിഞ്ഞുവോ? താൻ വിഡ്ഢിയായി അഭിനയിച്ചത് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്ന് മനസ്സിലാക്കിയോ? താൻ രാജ്യസഭയിൽ തൻ്റെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ ഇങ്ങനെയൊരു ആപത്ത് പ്രതീക്ഷിക്കുകയുണ്ടായിരുന്നില്ല.